ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ മിന്നീസ് വ്ലോഗ്സ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസമാണ്. വീട്ടിൽ വന്നാൽ വീട്ടിലിരിക്കുന്ന പരിപാടിയില്ല. അമ്മ എപ്പോഴും പറയുന്നതാണത്. എന്താ ചെയ്യാ, നല്ല മഴയൊക്കെയാണ്. കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കാതെ രാവിലെ തന്നെ വിളിച്ചെണീപ്പിച്ചിരുന്നു. എന്റെ ഫോണിക്ക് വിളിച്ചിട്ട് കിട്ടാതെ അമ്മയുടെ ഫോണിക്ക് വിളിച്ചിട്ട് ഐഷ എന്നെ വിളിച്ചെണീപ്പിച്ച് കോളേജിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ നടക്കുവാണ്. ഇതാണ് നമ്മുടെ നാട്. ഞാൻ എല്ലാ വീഡിയോയിലും ഈ ഒരു സ്പേസ് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ബസ് സ്റ്റോപ്പാ. നമ്മൾ എന്നിട്ട് ബസ് കയറി കോളേജിലേക്ക് പോവാണ്. അവിടെ തന്നെ മിഥുൻ പിക്ക് ചെയ്യാൻ വരാ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അവൻ പിക്ക് ചെയ്യാൻ വന്ന് കുറച്ച് ഞാൻ നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കോളേജ്. ഒരു മാറ്റമില്ല. എന്നാ അവിടെ ഇവിടെ കേട്ട് എന്തൊക്കെയോ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ബിന്ദു ചേച്ചി, നമ്മുടെ സ്റ്റോറിലെ ചേച്ചിയാണ്. നമ്മൾ ബുക്ക് വാങ്ങാൻ നിൽക്കുന്നിടത്ത്. അങ്ങനെ രഞ്ജു വന്നു, ഐഷ വന്നു, ഞാനുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ചു നേരം മഴയൊക്കെ കണ്ട് നടുമുറ്റത്ത് ആസ്വദിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായില്ല. ഞാൻ വന്നിട്ട് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ സംഗീതേട്ടൻ വന്നിട്ടുണ്ടായി. ഞങ്ങളുടെ ഒരു സീനിയറാണ്. ഞാനും അവരും കൂടിയിട്ട് സംഗീതേട്ടനും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ക്യാൻറ്റീനിൽ കുറച്ചു നേരം സോറ് പറഞ്ഞിരുന്ന് ഞങ്ങൾ ചായയും കുടിക്കുകയാണ്. മിഥുനെ വിളിച്ചിട്ടുണ്ടായി. പക്ഷെ അവൻ ലൈബ്രറിയിൽ റെക്കോർഡ് എഴുതാണ്ട് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവനും വന്നു. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എപ്പോ എവിടെ ഇരുന്നാലും നമ്മുടെ ടീച്ചേഴ്സ് വരും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളെ പഠിപ്പിച്ച മിസ് വന്നത്. രജിത മിസ് വന്നു, എന്നോട് കുറെ സംസാരിച്ച്. അതുപോലെ തന്നെ രഞ്ജു ഞാനൊക്കെ ഇടയ്ക്കേ വരലുള്ളൂ. രഞ്ജു PTM കോളേജിലാണ്, ഞാൻ പിന്നെ ഇവിടെ കൊച്ചിയിലായതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നല്ല രീതിക്ക് സംസാരിക്കും. ഞങ്ങൾ പിന്നെ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സിനെയും കണ്ടു, ബാക്കിയുള്ളവരെയും കണ്ടു. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ടായി. ഞാനും ഇതിനും കൂടി ഫുഡ് വാങ്ങി വന്ന് ഞങ്ങള് സയൻസ് ബ്ലോക്കിന്റെ മേലെ പോയിരുന്ന് കഴിക്കുവാണ്. അവിടെ റൂമുകളൊന്നും ഫ്രീ ആയിട്ടുണ്ടായില്ല. എന്താന്നറിയില്ല, റൂമുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം തുറന്നിട്ടിട്ടായിരിക്കും. എന്നിട്ട് ഫുഡും കഴിച്ച് ഞങ്ങള് അടിയിൽ വന്ന് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം കണ്ടു. പിന്നെ ഇത് ഞങ്ങളുടെ സീനിയറാണ്, ഐശ്വര്യ ചേച്ചി. സംസ്കൃതമായിരുന്നു. ആള് PhD എടുക്കാൻ വേണ്ടി വന്നതാണ്, PG കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓരോ ബൂസ്റ്റൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ദൃശ്യമോളുടെ വീട്ടിലേക്ക് പോയാലോന്ന്. അവരൊക്കെ കൂടിയിട്ട് കാണുന്നുണ്ട് പറഞ്ഞു. ഐഷും ദൃശ്യമോളും ദിവ്യയും അഞ്ജനയൊക്കെ നമ്മുടെ പഴയ ടീം. പക്ഷെ എന്ത് ചെയ്യാ, അപ്പൊ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് തിരിച്ചു കയറുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ദൃശ്യമോളുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്നാക്സും വാങ്ങിയിട്ട് ബേക്കറിയും വാങ്ങിയിട്ട് നമ്മൾ പോവാണ്. ഓട്ടോ വിളിച്ച് പോകേണ്ട ദൂരം കിട്ടും. ആ വഴി ഇത്തിരി കഠിനമായിരുന്നു മഴ പെയ്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവർ 80 രൂപ വാങ്ങി ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് നമ്മൾ ദൃശ്യമോളുടെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ദൃശ്യമോളുടെ റിയാക്ഷൻ ആണ് കേട്ടോ അത്. അമ്മ അങ്ങനെ നല്ല രീതിക്ക് സർപ്രൈസ് ആയി. നമ്മളപ്പോ അമ്മായി ഞങ്ങക്ക് ചായ വെച്ച് തരാനുള്ള പുറപ്പാടിലുണ്ട്. അടുക്കളയിലൊക്കെ കേറിയിട്ട് ചായയും മിച്ചറും ചക്കയും അതുപോലെ തന്നെ ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു. ഐഷു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെയാണ് ഈ കാണുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ അപ്പൊ ഞാൻ ദൃശ്യമൊക്കെ കണ്ടിട്ട് 2 മാസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളന്ന് നല്ല രീതിക്ക് ചിരിച്ചു. നല്ല എൻജോയബിൾ ഡേ ആയിരുന്നു. പിന്നെ നമ്മൾ കുളത്തേക്ക് പോയി. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും അവളുടെ വീട്ടിൽ പോയി അവിടെ നിന്നിട്ടാണ് സംസാരിക്കല്. അങ്ങനെ അവിടെയും കുറച്ചു നേരം നിന്ന് സംസാരിച്ചു. അവിടേക്ക് ആകെ പൂപ്പല്, ഈ ഒരു മഴക്കാലമായിട്ടിങ്ങനെ പൊന്തി വരില്ലേ, ഒരു പൂപ്പല് പോലൊരു സാധനം, അത് കെട്ടിക്കെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നിന്ന് സംസാരിച്ച് ഞങ്ങളവിടെ ഇരിക്കുമ്പോ തന്നെ 5 മണി 5:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിലേക്ക് ഒരു 1.5 മണിക്കൂർ ട്രാവലുള്ളതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം നിന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങി. ദൃശ്യമോളാണ് ഞങ്ങളതിനെ വണ്ടിയിൽ കൊണ്ടുപോയി ആക്കിയത് കേട്ടോ. പാതി വരെ, പുതിയ ഗേറ്റ് വരെ. അവിടെ അങ്ങനെയാണ് പറയാ, പട്ടാമ്പിന്ന് കുറച്ച് അങ്ങോട്ട് പോണം. അപ്പൊ അതുവരെ അവള് കൊണ്ടുപോയി ആക്കി. ഐഷാണ് വണ്ടി ഓടിച്ചത്, ത്രിബിൾ വെച്ചത്. അവിടുന്ന് അങ്ങോട്ട് പോകണ്ടേ, അവള് ത്രിബിൾ വയ്ക്കില്ലായിരുന്നു കേട്ടോ ദൃശ്യവള്. അതിട്ട് പോണ വഴിക്ക് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ചെയ്തില്ല, നല്ല രീതിക്ക് ഒന്ന് പേടിപ്പിച്ച് വിട്ട്.
അത് കഴിഞ്ഞ് ഐശുവിനെ ബസ് കയറ്റി വിട്ടു. പോകുന്ന വഴിക്ക് ചെറിയ മഴച്ചാറ്റിലുണ്ടായിരുന്നു. ഇതാണ് ക്ലൈമറ്റ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി പൊട്ടിക്കുക. അപ്പൊ ബൈ.